ADGPക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA പൂർണ്ണമായും തള്ളിയും ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ MLA എന്ന നിലയിൽ PV അൻവർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന CPIMൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എൻ്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. അതാണ് അതിൽ കാണേണ്ടത്. അതെ, സ്വാഭാവികമായിട്ടും അൻവർ എന്തുകൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? കാരണം ഇപ്പോൾ CM ഉയർത്തിയത് വളരെ ഗൗരവമായിട്ടുള്ള മറ്റു വിഷയങ്ങളാണ്. അപ്പോൾ അൻവർ ഉന്നയിക്കുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളതും പരിശോധിക്കുമോ? അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ. അതെ അതെ അതൊക്കെ അവരെ പരിശോധനക്കാർ പരിശോധിക്കട്ടെ, അതിൻ്റെ പരിശോധന നടക്കുമല്ലോ, അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ. അതാണ് ഏറ്റവും നന്നാവുക. എന്താ സംശയം? അദ്ദേഹം CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളെന്തിനാ ധൃതിപ്പെടുന്നത്? നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. അതെനിക്കറിയില്ല. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് നോക്കണം. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം CPI അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഈ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കണോ? അതെല്ലാം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരാരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ. അത് വ്യക്തതയുള്ള നിലപാടാണ്. താങ്കൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ താങ്കളുടെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഈ RSSന്റെ 1ഉം 2ഉം നിലയിലുള്ള നേതാക്കളാണ് പോയി കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടി പോയതല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നിയതമായ അധികാരങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും. അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട. നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി അല്ല വേണ്ടത്. നിങ്ങളൊരു ബഹളമയമാക്കാനാണോ ഉദ്ദേശം? എന്നാൽ ഓരോരുത്തരായി ചോദിക്കണ്ടേ, എന്നാലേ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. അങ്ങനെയോ സർക്കാരിനെയോ പ്രതിനിധീകരിച്ച അല്ല ADGP RSS നേതാക്കളെ കണ്ടതെന്ന് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടി കണ്ടു എന്നുള്ളതും ആ കണ്ടതിൽ ഒരു അനൗചിത്യമുണ്ട് എന്നാണ് കരുതുന്നത്. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ. പരിശോധിച്ച് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ എന്ത് നടപടി എടുക്കുമെന്ന് പറയാം. ശരി ശരി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വിശ്വാസം അർപ്പിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. PV അൻവർ MLA പരാതി കൊടുത്തിട്ടുള്ള പാർട്ടിക്കാണ്. അപ്പൊ അത് പാർട്ടി മാത്രം പരിശോധിക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഒരു കാര്യം
മറ്റൊന്ന്, വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ ADGPയുടെ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് ശരിയാണ്? വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക. ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും. അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവൂ. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് കാര്യം വ്യക്താക്കട്ടെ. ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. ഇവരെ നിങ്ങളോട് മാത്രമായി പോകുന്നു പറ, അദ്ദേഹം ചോദിക്കട്ടെ. പറ. ഇക്കാര്യങ്ങളെല്ലാം ഇടതുമുന്നണി യോഗത്തിൽ അങ്ങ് വ്യക്തമാക്കിയതാണെന്ന് CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ അന്ന് ഇടതുമുന്നണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സമ്മതിച്ചതാണ്. പക്ഷെ പിന്നെയും അവർക്ക് ഒരു അവിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ ആവർത്തിച്ച് ലേഖനങ്ങൾ എഴുതുന്നു, ഉപപ്രസംഗം എഴുതുന്നു, നേതാക്കൾ പരസ്യമായി. അതൊക്കെ പാർട്ടികൾ തമ്മിലുള്ള തെറ്റിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളാണ്. അങ്ങനെയൊന്നും നിങ്ങൾ കാണണ്ട. ആ തരത്തിൽ കാര്യങ്ങൾ കാണണ്ട.